ഇന്ന് റമളാൻ 15. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയും വിജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും കടലായ സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട റബ്ബിലേക്ക് മടങ്ങിയ ദിവസം. ഹിജ്റ 208. ഈജിപ്തിലെ ആ കൊച്ചു വീട്ടിൽ ഒരു വലിയ നിശബ്ദത പടരുകയായിരുന്നു. രോഗാവസ്ഥയിലായിരുന്ന സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് പ്രിയപ്പെട്ടവർ പറഞ്ഞു, ബീവി, അങ്ങൽപ്പം വെള്ളം കുടിക്കൂ, നിങ്ങൾ നോമ്പ് മുറിക്കണം, അല്പം ആശ്വാസം കിട്ടട്ടെ. പക്ഷെ മഹദി പറഞ്ഞ മറുപടി ഇന്നും നമ്മുടെ കണ്ണ് നിറയ്ക്കും. 30 വർഷമായിട്ട് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നോമ്പുകാരിയായിരിക്കെ വേണം എനിക്കെൻ്റെ റബ്ബിനെ കാണാനെന്ന്. ആ ആഗ്രഹം പൂവണിയാൻ പോകുന്ന ഈ നിമിഷം ഞാൻ എങ്ങനെ നോമ്പ് മുറിക്കും? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സ്വന്തം കൈകൊണ്ട് വെട്ടിയ ആ ഖബറിനരികിലിരുന്ന് അവർ ഖുർആൻ ഓതുകയായിരുന്നു. സൂറത്തുൽ അൻആമിലെ ആ വരികൾ എത്തിയപ്പോൾ അവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ സമാധാനത്തിൻ്റെ വീടുണ്ട് എന്ന വചനം പൂർത്തിയാക്കും മുമ്പേ ആ നോമ്പുകാരി തൻ്റെ റബ്ബിലേക്ക് യാത്രയായി. 30 തവണ കാൽനടയായി ഹജ്ജ് ചെയ്ത പണ്ഡിത, ആയിരക്കണക്കിന് തവണ ഖുർആൻ ഖത്തം തീർത്ത ആബിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാരമകൾ ഫാത്തിമ ബീവിയുടെ പാരമ്പര്യം പേറുന്ന ആ പുണ്യജീവിതം നമ്മോട് പറയുന്നത് ഒന്നേ ഉള്ളൂ: നമ്മുടെ അവസാനവും ഇതുപോലെ സുന്ദരമാകണം. പ്രിയ റബ്ബിൻ്റെ ചാരത്തേക്ക് നോമ്പുകാരിയായി നടന്നു കയറിയ ആ പുണ്യപുത്രിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനകൾ മാത്രം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.